വികസന പ്രവർത്തനം തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു, വിദേശ സഹായം ലഭ്യമാക്കാതെ അതിനായി പരിശ്രമിച്ചു, സാലറി ചലഞ്ചിനെ എതിർത്തു, ക്രൂര മനസ്സ്, നശീകരണ വാസന, ഇതൊക്കെ പറയുന്നത് ശ്രീ കെ എസ് അരുൺകുമാർ, EP ജയരാജനാണ്. അങ്ങനെ ഒരു പ്രസ്താവനയും ഇപ്പുറത്ത് മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ചയും രണ്ടും തമ്മിൽ മോരും മുതിരയും പോലെയാണല്ലോ എന്ന് N. ശ്രീകുമാർ ചോദിക്കുന്നു. എന്താണ് മറുപടി? ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളെയും നിശ്ചിതമായി വിമർശിക്കാനും എതിർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പക്ഷമല്ലല്ലോ. ശരിക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാം, അഭിപ്രായം പറയാം, രാഷ്ട്രീയപരമായിട്ട് നേരിടാം. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കുറച്ചു നാളായി വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കുകയും അതുപോലെ കേരളത്തിന് വേണ്ടിയിട്ട് അർഹതപ്പെട്ട് നേടിയെടുക്കുന്ന കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള മൗനം തുടരുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ജലമെട്രോ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല, ലോകത്ത് തന്നെ ചുരുക്കം പ്രദേശങ്ങളിലേ ഉള്ളൂ ജലമെട്രോ. ആ ജലമെട്രോയുടെ ഉദ്ഘാടനം UDF ബഹിഷ്കരിച്ചിരുന്നു. AI ക്യാമറയുടെ സ്ഥാപനം, അതും നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വന്ന് അത് പകർത്തിയെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പഠിക്കാനായിട്ട് പ്രതിനിധി സംഘം ഈ കേരളത്തിലേക്ക് വന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ അവർ പങ്കെടുത്തില്ല. അതുപോലെ പല വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും അതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ K-ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിൽ നിന്ന് നിശ്ചിതമായിട്ടുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, ഇത് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിൽ ഇതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? 2019 ഉള്ള ഒരു കാര്യത്തിന് 2024 വന്ന് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെയാണ് ഇതിലെ തെളിവെന്ന് ചോദിച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വരട്ടെ, അന്നേരം ഹാജരാക്കാമെന്ന് പറഞ്ഞാൽ കൈരേഖ പോലും പൊക്കി കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ റിട്ട് പെറ്റീഷൻ. മറുപടി പറയട്ടെ ശ്രീ അരുൺകുമാർ. പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കേന്ദ്രം മാത്രമല്ല ഉത്തരവാദി, സംസ്ഥാന സർക്കാരിന് കൂടി ഉത്തരവാദിത്തമുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളുണ്ട് എന്നുള്ള വിമർശനം ഈ KP കണ്ണനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷത്തു നിന്ന് മാത്രം വരുന്ന വിമർശനമല്ല, അതിന് ഒരു വ്യക്തമായ മറുപടി സർക്കാർ നൽകിയിട്ടുണ്ടോ? ആ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ വിമർശനമാകാമെന്ന് പ്രതിപക്ഷം വിമർശിക്കട്ടെ എന്ന് പറയുമ്പോഴും കൃത്യമായ മറുപടി പല വിഷയങ്ങളുമില്ല, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല. ഇല്ല, തീർച്ചയായും വസ്തുതകൾ കൃത്യമായി പരിശോധിക്കണമല്ലോ. ഇപ്പോൾ ഏറ്റവും മികച്ച ആളോഹരി വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ 5 സംസ്ഥാനം ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ എടുത്താൽ അതിലൊന്ന് കേരളമാണ്. GST നടപ്പാക്കിയതിനു ശേഷം GST നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 23,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നികുതി പിരിച്ചെടുത്തത്. അതിലും നമ്മൾ പിറകോട്ടല്ല. അതുപോലെ തന്നെ തനത് വരുമാനം 26% നിന്ന് 67% തനത് വരുമാനം വർദ്ധിച്ചത്. കോവിഡ് കാലത്തെ നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് പടിപടിയായി ഏറ്റവും കൂടുതൽ നികുതി പിരിച്ചെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി ഈ കേരളം മാറിയിട്ടുണ്ട്. ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു ഫെഡറൽ സാമ്പത്തിക വ്യവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാം, 1 നികുതി പിരിവിലൂടെയാണ് സംസ്ഥാനങ്ങളുടെ വരുമാനം, 2 കേന്ദ്ര വിഹിതമാണ് വരുമാനത്തിന്റെ സ്രോതസ്. ഈ 2 കാര്യത്തിൽ നികുതി പിരിവിൽ കേരളം പുറകോട്ടല്ല. അങ്ങനെ പുറകോട്ടാണ് എന്നുള്ളൊരു ആക്ഷേപം കേന്ദ്ര ഗവൺമെന്റിനുമില്ല. പിന്നെ നമ്മൾ പുറകോട്ട് പോയത് എങ്ങനെയാണ്? അത് കേന്ദ്രത്തിന്റെ വരുമാനം, കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുന്നതിലുള്ള കുറവ് തന്നെയാണ്. ഒന്ന്, GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, 6-7 വർഷത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും GST കൗൺസിലിൽ കേന്ദ്ര ഗവൺമെന്റ് അതിന് അംഗീകാരം കൊടുത്തില്ല. റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വായ്പ എടുക്കാനുള്ള തോത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും 3% വീതം വായ്പ എടുക്കാം. കേന്ദ്രം അത് 6.8% വായ്പ എടുക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ 4-5% വായ്പ എടുക്കുമ്പോൾ നമുക്ക് മാത്രം വായ്പ എടുക്കാനുള്ള തോത് 2.5 വെട്ടിക്കുറച്ചു. അതിനൊരു എക്സ്പ്ലനേഷനും ഇല്ല. പിന്നെ നികുതി വിഹിതം നമുക്കുള്ളത് 3.82% വരെ 10ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് കുറഞ്ഞ് 1.92%. കേന്ദ്രത്തിന് 100 രൂപ കിട്ടുമ്പോൾ നമുക്ക് 3 രൂപ 82 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വെറും 1 രൂപ 92 പകുതി തുകയായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ തവണ കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുക 1.32 ലക്ഷം കോടിയാണ്. അതിൽ നിന്ന് ഈ തവണത്തേക്ക് വരുമ്പോൾ 57,400 കോടി രൂപയുടെ കുറവ് വന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 40%-ഓളം ബഡ്ജറ്റ് അടങ്കൽ തുകയിൽ തന്നെ കുറവ് വന്നിരിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തികമായി ഞെരുക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇത് പ്രതിപക്ഷമായി ചർച്ച ചെയ്യാൻ കണക്കുകളാണ്. ഇതേ സംബന്ധിച്ച് ഭാഗികമായ ചർച്ചകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. You are watching Reporter Evening Show.